ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു മിനി റോസ് പോട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള റോസ് പൂവ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പോട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത് പഴയ സ്ക്രാപ്പിൽ വാപ്പച്ചി കൊണ്ടുവന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്തോ സിസ്റ്റത്തിൻ്റെ എന്തോ സംഭവമാണ്, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലുക്കായിട്ടില്ലേ, ജസ്റ്റ് ഒരു പോട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് പോട്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കറക്റ്റ് സ്ക്വയറിലുള്ള ഒരു പേപ്പർ എടുക്കുക. ഒരു പിങ്ക് കളർ പേപ്പർ, നമ്മൾ റോസ് പൂവാണല്ലോ ഉണ്ടാക്കാൻ പോണേ. അതിൻ്റെ ഒരു ഭാഗം മടക്കിയിട്ട് ആ മടക്കിനെ ഒന്നും കൂടി മടക്കുക. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നറിയില്ല, വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. ദെൻ അതർ സൈഡും മടക്കിയിട്ട് ഒന്നും കൂടി മടക്കുക. ദെൻ ആ നമ്മൾ രണ്ടാമത് മടക്കിയ ഭാഗം ചുരുട്ടി കൊണ്ടുവരിക. ജസ്റ്റ് റോൾ ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു മിനി റോസ് പോലെ തോന്നും. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ക്യൂട്ട് റോസ് പൂ പോലെ തോന്നും. ഇതാ നമ്മൾ വീഡിയോ കാണുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് അതിൻ്റെ ലീഫ് ഉണ്ടാക്കണം. അതിനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളടുത്ത് കളർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് A4 പേപ്പർ കട്ട് ചെയ്തിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്താലും മതി. അതൊക്കെ ഓപ്ഷണൽ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ ഞാനത് സിഗ്സാക്കായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ ഈ മുട്ടായിൻ്റെ കവറിലൊക്കെ വരില്ലേ സിഗ്സാക്ക് മോഡൽ, അതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച റോസ് പൂവ് എടുത്തിട്ട് ആ ലീഫിൽ നമ്മൾ ഒന്നും കൂടെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റോസ് പൂവ് കുറച്ച് മേലെയായിട്ട് നിൽക്കണം. ദെൻ ഇതുപോലെ നമുക്ക് കിട്ടും. ദെൻ ഞാൻ ആ റോസ് കുറേ ഉണ്ടാക്കിയിട്ട് ആ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.